IPC7 നോക്കിയാലോ. NABH വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ കൂടെയാണ് IPC, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ. അതിൻ്റെ 7ാമത്തെ സ്റ്റാൻഡേർഡ്, മൊത്തം 8 സ്റ്റാൻഡേർഡാണ്. 7ാമത്തെ സ്റ്റാൻഡേർഡ് 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ്, 4 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ്, ഒരു കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. അതെങ്ങനെയാണ് ഈ സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുക. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ മെഷേഴ്സ് ഇൻക്ലൂഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, എക്വിപ്മെൻറ്റ്സ് ആൻഡ് ഡിവൈസസ്. നമ്മളുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഡിവൈസസ്, എക്വിപ്മെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു സ്റ്റെറിലൈസേഷനിലെ ഡിസിൻഫെക്ഷൻ പ്രോസസ്സിൽ കൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പിലാകേണ്ടത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ആവശ്യത്തിനുള്ള സ്പേസ്, അത് പ്രത്യേക ഏരിയ തിരിച്ച് സ്റ്റെറിലൈസേഷൻ ആക്ടിവിറ്റീസിനായിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട്. അത് ഒരു യൂണിഡയറക്ഷണൽ മൂവ്മെൻറ്റും ആയിരിക്കണം. ഒരു ഡേർട്ടി എക്വിപ്മെൻറ്റ്സ് മൂവ് ചെയ്ത് ടൂൾസ് പോകുന്ന അതേ പാത്തിൽ കൂടെ അല്ല ക്ലീൻ ചെയ്ത് തിരിച്ചു വരേണ്ടത്, അല്ലെ ഡിസിൻഫെക്റ്റ് ചെയ്ത് തിരിച്ചു വരേണ്ടത്. സോ അത് യൂണിഡയറക്ഷണൽ പാത്ത് വേ ആയിരിക്കണം. അതുപോലെ തന്നെ ക്ലീനിങ്ങിലും പാക്കേജിങ്ങിലും ഡിസിൻഫെക്ഷനിലും ലൈക്ക് സ്റ്റെറിലൈസേഷനിലും ഒക്കെ അതിൻ്റെ സ്റ്റോറിങ്ങിലും ഒക്കെ നമുക്ക് കൃത്യമായ റിട്ടേൺ ഗൈഡ് ലൈൻസ് വേണം. ഇത് എങ്ങനെ ചെയ്യണമെന്ന്, എവിടെ വെച്ചാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത്, എവിടെയാണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, അതിന് കൃത്യമായ ഗൈഡ് ലൈൻസ് നമുക്കുണ്ടാവണം, റിട്ടേൺ ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ റീപ്രോസസ്സിങ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, എക്വിപ്മെൻറ്റ്സ്, ഡിവൈസസ് ഒക്കെ മൾട്ടി യൂസ് ഡിവൈസസ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അത് എത്ര തവണ ഉപയോഗിക്കാം എന്നതിന് ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. അത് ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. അത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ളതായിരിക്കണം. നമുക്ക് റെഗുലറായിട്ടുള്ള വാലിഡേഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കണം. സ്റ്റെറിലൈസേഷൻ കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്ന ഒരു ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് ഒരു കൃത്യമായ എസ്റ്റാബ്ലിഷ്ഡ് റീകോൾ സിസ്റ്റം ഉണ്ടാകണം. നമുക്ക് ഈ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൻ്റെ ബ്രേക്ക് ഡൗൺ ഐഡൻറ്റിഫൈഡ് ആണെങ്കിൽ നമ്മൾ ആ ബാച്ചിൽ ചെയ്ത സ്റ്റെറിലൈസ്ഡ് എക്വിപ്മെൻറ്റ്സ് എല്ലാം തിരിച്ചു വിളിക്കുന്നതിന് ഒരു റീകോൾ പ്രൊസീജിയർ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ ഒരു ഇൻസ്ട്രുമെൻസിൻ്റെ, ഡിവൈസസിൻ്റെ, എക്വിപ്മെൻസിൻ്റെ ഒക്കെ സ്റ്റെറിലൈസേഷൻ അല്ലെ ഡിസിൻഫെക്ഷൻ എങ്ങനെ ചെയ്യണം എന്നതിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു കോറും 4 കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്, 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ് IPC7 NABHൻ്റെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ 7ാമത്തെ സ്റ്റാൻഡേർഡ്. വിശദമായി നമുക്ക് നോക്കാം.